ഹലോ എവ്രി വൺ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഇൻ കാറ്റിൽ. അപ്പോൾ കാറ്റിലിൽ ഏജ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക, ഏജ് എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സിലബസിലുള്ള ടോപ്പിക്കാണ് അല്ലേ. യെസ്, അപ്പോൾ അത് തന്നെ ആദ്യം തന്നെ നമ്മൾ അതിൽ ഡെൻറ്റീഷനും ഏജിങ്ങും അല്ലേ, നമ്മൾ പല്ലുകൾ നോക്കിയിട്ട് നമുക്ക് ആനിമൽസിൻ്റെ ഏജ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഡെൻറ്റീഷനും ഏജിങ്ങുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ നമുക്ക് മിൽക്ക് ടീത്തും അതുപോലെ പെർമനൻറ്റ് ടീത്തും ഉണ്ട് അല്ലേ. നമുക്ക് അതിൽ നിന്ന് തന്നെ മിൽക്ക് ടീത്ത് എത്ര 20 എണ്ണവും നമ്മുടെ പെർമനൻറ്റ് ടീത്ത് 32 എണ്ണവും, അത് ഓരോന്നിനും അതിൻ്റേതായ ഡെൻറ്റീഷൻ ഫോമുലയുണ്ട് അല്ലേ. നമ്മൾ മിൽക്ക് ടീത്ത് ആണെങ്കിൽ 2102 എന്ന് പറയുന്ന ഫോമുല, അതായത് പ്രീമോളാസ് ഉണ്ടാവില്ല, മറ്റത് 2123 എന്ന് പറഞ്ഞ ഫോമുലയിലായിരിക്കും. അപ്പോൾ ആ ഡെൻറ്റൽ ഫോമുലയിൽ നിന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, ഏജിങ്. അപ്പോൾ അതുപോലെ ആനിമൽസിലും അവരുടെ ഡെൻറ്റീഷനിൽ നിന്ന് ഏജിങ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടീത്ത് ആദ്യം തന്നെ ഇറപ്ഷൻ ഓഫ് ടീത്ത് നോക്കാം, പല്ല് വരുന്ന സംഭവം. അപ്പോൾ ഒരു പശുക്കുട്ടി, ഒരു കാഫ് ജനിക്കുമ്പം തന്നെ എന്താണ്, അതിന് ബോട്ടം ജോയിൽ ഓക്കെ താഴത്തെ നിരയിൽ 8 ടെമ്പററി മിൽക്ക് ഇൻസിസേഴ്സ് ഉണ്ടാവും കേട്ടോ. 8 പല്ല് ജനിക്കുമ്പം തന്നെ ഉണ്ടാവും, അത് ഇൻസിസേഴ്സ് ആണ് കേട്ടോ. 8 ഇൻസിസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു കാഫ് ജനിക്കുമ്പം തന്നെ എന്തായിരിക്കും, അവർക്ക് താഴത്തെ ആ ലോവർ ജോയിലാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോവർ ജോയിൽ 8 ടെമ്പററി മിൽക്ക് ഇൻസിസേഴ്സ് ഉണ്ടാവും. ഇത് പിന്നെ വലുതായി സൈസ് വന്നു. പിന്നെ അവസാനം എന്താണ്, നമ്മൾ കുറച്ച് വലിയ ആനിമൽ വളരുന്നതനുസരിച്ച് ഈ ടീത്ത് പിന്നെ അവസാനം വലുതായി വരിക ചെയ്യുന്നത്. ജനിക്കുമ്പം തന്നെ ഒരു 8 ടെമ്പററി മിൽക്ക് ഇൻസിസേഴ്സ് ബോട്ടം ജോയിൽ ഉണ്ടാവും കണ്ടോ. ജനിക്കുമ്പോൾ തന്നെ ഇതുപോലെ 8 ഇൻസിസർ ടീത്തുകൾ ഇതിൻ്റെ കാഫിൻ്റെ ലോവർ ജോയിലുണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പെർമനൻ്റ് ഇൻസിസറുകൾ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഒരു 1/2 ഇയേഴ്സ് ഓൾഡ്, 6 മാസം മുതൽ ഒരു 2 വയസ്സ് വരെ, 1/2 to 2 ഇയേഴ്സിലാണ്. ജനിച്ചപ്പോൾ തന്നെ 8 എണ്ണം ഉണ്ടല്ലോ. പിന്നെ ആദ്യത്തെ പെർമനൻ്റ് ഇൻസിസർ വരുന്നത് ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ ഒരു 2 വയസ്സ് ആകുമ്പോഴാണ് കേട്ടോ. അതിനിടയിലുള്ള കാലയളവിലാണ്. ഓക്കെ, അപ്പോൾ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ആദ്യത്തെ പെർമനൻ്റ് ഇൻസിസർ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. ഓക്കെ, അതെന്താണ്, അതൊരു ആംഗിളിൽ ഒന്ന് ചരിഞ്ഞായിരിക്കും വരുന്നത്, പിന്നെ അതിങ്ങനെ സ്ട്രെയിറ്റൻ ആവും. ഓക്കെ, ഈ പെർമനൻ്റ് ഇൻസിസർ വന്നില്ലേ, നമ്മുടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് പെർമനൻ്റ് ഇൻസിസറിൻ്റെ അടുത്ത് 2 സൈഡിലും വരുന്നത് മിൽക്ക് ഓർ ബേബി ടീത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പെർമനൻ്റ് ഇൻസിസർ കണ്ടോ. അതിൻ്റെ 2 സൈഡിലുള്ള നമ്മുടെ മിൽക്ക് ടീത്താണ്. ഇപ്പോൾ മറ്റേ ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടെമ്പററി ടീത്താണ്. അപ്പോൾ ഇതുപോലെ ടീത്ത് വരും 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 1/2 വയസ്സ് മുതൽ നമ്മുടെ 2 വയസ്സിനിടയിൽ ആദ്യത്തെ പെർമനൻ്റ് ഇൻസിസേഴ്സ് വരും. അതൊരു ആംഗിളിലായിരിക്കും, പിന്നെ സ്ട്രെയിറ്റൻ ആയി വരും. നമുക്കിടെ ഈ 2 സൈഡിലും ഈ പെർമനൻ്റ് ഇൻസിസറിൻ്റെ 2 സൈഡിലും കാണുന്നത് ആ പിക്ചറിൽ ഏതാണ്, മിൽക്ക് ഓർ ബേബി ടീത്ത് ആണ്. അപ്പോൾ ആദ്യം പഠിച്ചത് എന്താണ്, ബർത്ത്, ജനിച്ചപ്പോൾ എത്ര പല്ല് വന്നു, 8 ഇൻസിസർ വന്നു. അങ്ങനെ മാത്രം നോട്ട് ചെയ്ത് വെക്കല്ലേ, ലോവർ ജോയിലാണെന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ അപ്പർ ജോ വരും, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിരിക്കും. അപ്പോൾ 8 വന്നു. അതിനുശേഷം ഒരു 1/2 to 2 ഇയേഴ്സിനിടയിൽ എന്ത് വന്നു, പെർമനൻ്റ് ടൂത്ത് വന്നു അല്ലേ. ഫസ്റ്റ് പെർമനൻ്റ് ഇൻസിസേഴ്സ് വന്നു, അത് ആംഗിളിലായിട്ടായിരിക്കും, പിന്നെ സ്ട്രെയിറ്റൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡൗട്ട് ഇട്ട് കാണിച്ചതാണ് നമ്മുടെ പെർമനൻ്റ് ഇൻസിസർ വന്നത് കേട്ടോ. യെസ്, ഇനി ഒരു ആദ്യത്തെ പെയർ വന്നു അല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് 8 പല്ല് വന്നു, 8 ടീത്ത് വന്നു. അതിനുശേഷം 1/2 to 2 ഇയേഴ്സിൽ ആദ്യത്തെ ഒരു പെയർ അല്ലേ, ഫസ്റ്റ് പെയർ പെർമനൻറ്റ് ടൂത്ത് വന്നു. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് 2 വയസ്സ് കഴിഞ്ഞ് ഒരു 2.5 വയസ്സ് മുതൽ ഒരു 3 വയസ്സിനിടയിൽ അടുത്ത ഒരു പെയർ പെർമനൻറ്റ് ഇൻസിസർ, അതിനെ ഡോട്ട്സ് എന്ന് പറയും കേട്ടോ. അടുത്തതാ ഒരു പെർമനൻ്റ് 3 വയസ്സായപ്പോഴത്തേക്ക് ആദ്യം ഒരു പെയർ വന്നു, അതിൻ്റെ 2 സൈഡിലായിട്ട് അടുത്ത പെയർ ഒരു പെർമനൻ്റ് ഇൻസിസർ വന്നു. ഈ പച്ച കുത്തിട്ട് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ അത് 3 വയസ്സാകുമ്പോൾ അത് ഫുള്ളി ഡെവലപ്ഡ് ആവും. യെസ്, അപ്പം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ബർത്തിൽ ഒരു 8 ലോവർ ജോയിൽ ഒരു 8 ഇൻസിസേഴ്സ് വന്നു, മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ബേബി ടീത്ത്. പിന്നെ ഒരു 6 മാസം മുതൽ 2 വയസ്സിനിടയ്ക്ക് ആദ്യത്തെ പെയർ വന്നു. പിന്നെ 2.5 മുതൽ ഒരു 3-നിടയ്ക്ക് രണ്ടാമത്തെ പെയർ പെർമനൻ്റ് ഇൻസിസർ വന്നു. ഇനി അടുത്ത ഒരു 3.5 മുതൽ 4 വയസ്സിനിടയിൽ എന്താണ്, മൂന്നാമത്തെ പെയർ. ഓക്കെ,
തേർഡ് പെയർ ഇൻസിസർ വന്നു. അപ്പോൾ ആദ്യത്തത് ജനിച്ചപ്പോൾ 8 പല്ല്, പിന്നെ ഒരു 2 വയസ്സായപ്പോൾ ആദ്യത്തെ പെയർ, 3 വയസ്സായപ്പോൾ രണ്ടാമത്തെ പെയർ, 4 വയസ്സായപ്പോൾ മൂന്നാമത്തെ പെയർ പെർമനൻ്റ് ഇൻസിസർ വന്നു. ഇത് നോക്കിയേ, 3 വയസ്സിൽ രണ്ടാമത്തെ പെയർ, 4 വയസ്സിൽ നാലാമത്തെ പെയർ. ഓക്കെ, അപ്പോൾ 2 വയസ്സിൽ, 3 വയസ്സിൽ, 4 വയസ്സിൽ കാണുന്നുണ്ടോ പല്ല്? അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരിക കേട്ടോ. ഓക്കെ, ഇനി 5 വയസ്സായേ. അപ്പം 4.5 വയസ്സായപ്പോഴത്തേക്ക് എന്താണ്, ലാസ്റ്റ് നമ്മുടെ കോർണറിലുള്ള ഒരു കൗവിൻ്റെ പെർമനൻ്റ് ഇൻസിസർ എന്ത് ചെയ്യും? ദേ ആർ കട്ട് ആൻഡ് ടിപ്പിക്കലി ഫുള്ളി ഡെവലപ്ഡ് ബൈ ദ ഏജ് ഓഫ് 5 years. അപ്പോൾ 5 വയസ്സായപ്പോഴത്തേക്കും എത്ര പല്ല് വന്നു? 8 പെർമനൻ്റ് ഇൻസിസർ വന്നു അല്ലേ? ഓക്കെ, 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു അല്ലേ? അപ്പോൾ 2 വയസ്സിൽ, 3 വയസ്സിൽ, 4 വയസ്സിൽ, 5 വയസ്സിൽ ഇതിലെല്ലാം ഓരോ പെയർ വെച്ച് വന്നു അല്ലേ? 1 പെയർ വന്നു, പിന്നെ 1 പെയർ വന്നു, പിന്നെ 4 വയസ്സിൽ 1 പെയർ വന്നു, അടുത്ത 5 വയസ്സിലും 1 പെയർ വന്നു. അപ്പോൾ 5 വയസ്സായപ്പോഴത്തേക്ക് എത്ര പല്ല് വന്നു? അങ്ങനെ ജനിച്ചപ്പോൾ ഒരു 8 പല്ല് വന്നു, പിന്നെ 5 വയസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പം 8 പെർമനൻ്റ് ഇൻസിസർ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ഒരു വയസ്സിലെ ഇൻസിസർ എല്ലാം നല്ല പൊക്കം ഉണ്ടാവും കേട്ടോ. അത് ഫ്ലാറ്റ് ആയിരിക്കും ഫ്രണ്ടിൽ. ഓക്കെ, പിന്നെ എന്താണ്, അറ്റത്തിങ്ങനെ കൂർത്തിരിക്കും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജനിച്ചപ്പോൾ നമുക്ക് 8 ടെമ്പററി ഇൻസിസർ വന്നു അല്ലേ? എവിടെയാണ്? ലോവർ ജോയിൽ. പിന്നെ നമുക്ക് 2 വയസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു പെയർ പെർമനൻ്റ് ഇൻസിസർ വന്നു. 3 വയസ്സിൽ ഒരു പെയർ, 4, 5, അപ്പോൾ ഒരു പെയർ വന്നു. ഇത് പെർമനൻ്റ് ഇൻസിസറാണ് വന്നത് അല്ലേ? പെർമനൻ്റ് ഇൻസിസർ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പിന്നെ 8 എന്ത് വന്നു? 8 പല്ല് പെർമനൻ്റ്, 8 പെർമനൻ്റ് ഇൻസിസർ വന്നു. അപ്പോൾ ജനിച്ചപ്പോൾ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ്? നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് 8 ഇൻസിസർ, 8 അത് ടെമ്പററി ഇൻസിസർ ആയിരുന്നു ആണല്ലോ. അത് കഴിഞ്ഞ് 5 years എഴുതി വെക്കണേ, എല്ലാവരും എഴുതി വെക്കണേ, 8 പെർമനൻ്റ് ഇൻസിസർ. ഓക്കെ, 8 പെർമനൻ്റ് ഇൻസിസേഴ്സ്. അപ്പോൾ ബർത്തിൽ 8 ടെമ്പററി ഇൻസിസേഴ്സും 5 വയസ്സ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും 8 പെർമനൻ്റ് ഇൻസിസേഴ്സും വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പല്ല് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, എണ്ണി നോക്കുമ്പോഴത്തേക്ക് അതായി 5 വയസ്സായി. അപ്പോൾ 6 എണ്ണേ ഉള്ളൂ എങ്കിൽ 4 വയസ്സായി, 4 എണ്ണേ ഉള്ളൂ എങ്കിൽ 3 വയസ്സായി. അപ്പോൾ നമുക്ക് ആ പല്ല് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം വയസ്സ്. ഓക്കെ, അപ്പോൾ 4 വയസ്സിൽ നോക്കിയേ, 4 വയസ്സിൽ എത്ര പല്ലു? 5 വയസ്സായപ്പോഴത്തേക്ക് 8 പല്ല് വന്നു 5 വയസ്സായപ്പോഴത്തേക്കും. ഓക്കെ, പിന്നെ 6 വയസ്സ് മുതൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പല്ലിൻ്റെ ഡിഗ്രി ഓഫ് എത്രത്തോളമാണ് പല്ലിൽ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 5 വയസ്സ് വരെ പല്ല് എണ്ണി നോക്കി നമുക്ക് മനസ്സിലാക്കാം. 6ാമത്തെ വയസ്സ് മുതൽ നമ്മൾ ഈ ഒരു കാറ്റിലിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എത്രത്തോളം ഡിഗ്രി ഓഫ് വെയർ ഓഫ് ടീത്ത് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. മറ്റത് എണ്ണി നോക്കിയാൽ മതി, ഇത് ആ പല്ലിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ 6 വയസ്സ് മുതൽ പല്ലിന് വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടീത്ത് നല്ല ഷാർപ്പായിരിക്കും അല്ലേ? പിന്നെ എന്താവും? പിന്നെ അത് കുറച്ച് ഡള്ളായി തുടങ്ങും. പിന്നെ എന്താണ്, നമ്മുടെ ടീത്തിനൊരു റൗണ്ടഡ് അപ്പിയറൻസ് സൈഡിൽ നിന്ന് വരും. ഓക്കെ, മുന്നേ നേരത്തെ നല്ല ഫ്ലാറ്റ് ആയിരുന്നു. അങ്ങനെ പല്ലിൽ വെയറിംഗ് ഡൗൺ നടക്കുന്നു. അപ്പം 6ാമത്തെ വയസ്സ് മുതൽ വെയറിംഗ് ഡൗൺ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യം നല്ല മേളിൽ ഷാർപ്പ്, ചുറ്റും നല്ല എന്താണ്, ചുറ്റും നല്ല ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ അത് ആ പല്ലിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ടഡ് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ എണ്ണി നോക്കുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5 ഇതിൽ കണ്ടോ? ഇതിനെ നോക്കി എണ്ണി നോക്കിയേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 കണ്ടോ? 8 പെർമനൻ്റ് ഇൻസിസർ ഉണ്ട്. അപ്പം നമുക്ക് ഈ പശുക്കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? 5 വയസ്സായിരിക്കും. കണ്ടോ? അങ്ങനെ പല്ല് എണ്ണി നോക്കി നമുക്ക് വയസ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 6 വയസ്സ് മുതൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. 6 വയസ്സ് മുതൽ എന്താണ്, വെയറിംഗ് ഡൗൺ തുടങ്ങും. അതുപോലെ 7 വയസ്സായപ്പോഴും നമ്മുടെ കൗവിൻ്റെ 8 പെർമനൻ്റ് ഇൻസിസർ ടീത്തിനും ഇതുപോലെ ഡിഗ്രി വെയറിംഗ് ഡൗൺ തുടങ്ങും കേട്ടോ. അതിൻ്റെ പല്ലിൻ്റെ മേൽഭാഗം ടോപ്പൊക്കെ എന്താണ്, യെസ്, അതിനൊരു ഷാർപ്പ്നെസ് ഒക്കെ കുറഞ്ഞു തുടങ്ങും. അത് കൂടുതൽ റൗണ്ടഡ് ആയി മാറും.
ഓക്കെ. പിന്നെ 7 ആകുമ്പോഴത്തേക്ക് ഒരു സെപ്പറേഷൻ വരും ഫ്രം ദി ബിറ്റ്വീൻ ചില ടീത്ത് തമ്മിൽ ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. അപ്പോൾ റൂട്ടും ചിലപ്പോൾ വിസിബിൾ ആയിരിക്കും, റൂട്ട് വിസിബിളായി തുടങ്ങും. അങ്ങനെ വയസ്സ് അപ്പോൾ 7 വയസ്സാകുമ്പോൾ ആ ഡിഗ്രി ഓഫ് വെയർ കൂടുതലായിരിക്കും. 7 വയസ്സായി 6 വയസ്സ് മുതൽ നമ്മൾ എന്താണ് ആ പല്ലിൻ്റെ വ്യത്യാസങ്ങൾ വരും അല്ലേ, ഡിഗ്രി ഓഫ് വെയർ ഓഫ് ടീത്ത് ആണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാവുന്നത്. 5 വരെ നമ്മൾ എണ്ണി നോക്കി. ജനിച്ചപ്പോൾ 8 ടെമ്പററി ഇൻസിസേഴ്സ്, 2 വയസ്സായപ്പോൾ ഒരു പെയർ വന്നു, 3 വയസ്സിലൊരു പെയർ, 4 വയസ്സിലൊരു പെയർ, 5 വയസ്സിൽ 4 പെയർ. അങ്ങനെ 5 വയസ്സ് തികഞ്ഞപ്പോൾ 8 പെർമനൻറ്റ് ഇൻസിസർ ടീത്ത് വന്നു. 6 മുതൽ ഡിഗ്രി ഓഫ് വെയർ തുടങ്ങി. ഇതൊന്ന് എഴുതി വെച്ചോളണേ, നമുക്കിപ്പോൾ ഓർമ്മയുണ്ടാവും, പിന്നെ നമുക്ക് മറന്നു. അതുകൊണ്ട് ഒരു ലെക്ചർ നോട്ടിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണേണ്ടിയോ കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് ക്ലാസ് കാണുന്നോ അപ്പം തന്നെ ലെക്ചർ നോട്ട്സ് എഴുതി വെക്കുക. ഓക്കെ, അപ്പം നമുക്കത് എക്സാം സമയത്ത് എളുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ 7 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ റൂട്ടൊക്കെ കാണാൻ തുടങ്ങും കേട്ടോ. 7 വയസ്സാകുമ്പോഴത്തേക്ക് ഇതാ റൂട്ട്സ് ഒക്കെ കാണാൻ തുടങ്ങും. പല്ല് ഇതാ കുറച്ച് റൗണ്ടഡ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് സെപ്പറേഷൻ വരും അല്ലേ, ഫ്ലാറ്റ് ആയിരിക്കുന്നേക്കാളും റൗണ്ടഡ് ആകുമ്പോൾ പല്ലുകൾക്കിടയിലൊരു സെപ്പറേഷൻ വരും. അതുപോലെ റൂട്ട് വിസിബിൾ ആവും 7 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും. ഓക്കെ. പിന്നെ ഒരു ബ്രോക്കൺ മൗത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്കൺ മൗത്ത് കൗ എന്ന് പറഞ്ഞാൽ ആ കൗവിന് വയസ്സ് കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെട്ടു. കണ്ടോ, ആ ഇത് കാണിച്ചെടുത്ത് പല്ലില്ല. ഓക്കെ. അപ്പോൾ ചില ഏരിയാസിൽ കൗവിൻ്റെ ഒരു ബ്രോക്കൺ മൗത്ത് ഉണ്ടാവില്ല അൺടിൽ ഷീ ഹാസ് ലോസ്റ്റ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, 2 പല്ലൊക്കെ പോയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു പല്ല് പോയി. ഓക്കെ. അപ്പോൾ അതിനെയാണ് ബ്രോക്കൺ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് കൂടുന്നതനുസരിച്ച് പല്ലിളകി പോവും. അതിനെയാണ് നമ്മൾ ബ്രോക്കൺ മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കൺ മൗത്ത് കൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പശുവിന് ഒരു പല്ല് അതിന് വയസ്സ് കൂടിയപ്പോൾ നഷ്ടപ്പെട്ടു. ചിലയിടത്ത് അങ്ങനെ ബ്രോക്കൺ മൗത്ത് നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ 2 പല്ലൊക്കെ നഷ്ടപ്പെട്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഇനി ഗമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾഡർ ഏജ് ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഗമ്മർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറേ പല്ല് വയസ്സ് കൂടിയപ്പോൾ കുറേ പല്ലൊക്കെ നഷ്ടപ്പെട്ടു, അതിന് വെയറിംഗ് ഡൗൺ ഒക്കെ സംഭവിച്ചു. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ ഗമ്മർ എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ഏജ് ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഗമ്മർ എന്ന് വെച്ചാൽ നമ്മൾ ഇടയിൽ കുറേ പല്ലുകളൊക്കെ നഷ്ടപ്പെട്ടു, വയസ്സ് കൂടുന്നതനുസരിച്ച് പല്ലിൽ വെയറിംഗ് ഡൗൺ ഒക്കെ നടന്നു. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഗമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏജ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അത് ഡെൻറ്റീഷൻ്റെ സഹായത്തോടെ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ജനിക്കുമ്പോൾ പശുക്കുട്ടിക്ക് 8 ടെമ്പററി മിൽക്ക് ഇൻസിസർ ബോട്ടം ജോയിലുണ്ട് ആണല്ലോ. പിന്നെ 2 വയസ്സായപ്പോൾ ആദ്യത്തെ പെയർ പെർമനൻറ്റ് ഇൻസിസർ അല്ലെങ്കിൽ ഡോട്ടുകൾ വന്നു. ഇനി 3 വയസ്സായപ്പോൾ രണ്ടാമത്തെ പെയർ പെർമനൻറ്റ് ഇൻസിസേഴ്സ് അല്ലെങ്കിൽ ഡോട്ട് വന്നു. ഇനി 4 വയസ്സായപ്പോൾ എത്രാമത്തെ 3ാമത്തെ പെയർ വന്നു. 5ാമത്തെ വയസ്സായപ്പോൾ 4ാമത്തെ പെയർ വന്നു. അങ്ങനെ മൊത്തം 5 വയസ്സ് തികഞ്ഞപ്പോൾ പശുവിന് എത്രയുണ്ട്? 8 പെർമനൻറ്റ് ഇൻസിസർ. ജനിച്ചപ്പോൾ 8 ടെമ്പററി ഇൻസിസറും 5 വയസ്സ് പൂർത്തിയായപ്പോൾ 8 പെർമനൻറ്റ് ഇൻസിസറും ഉണ്ട്. ഓക്കെ. ഇനി 6 വയസ്സ് മുതൽ വെയറിംഗ് ഡൗൺ വരും. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് കുറേ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നത്? പല്ലിൻ്റെ ഷാർപ്നെസ് ഒക്കെ കുറഞ്ഞ് ഡള്ളായി മാറും, സൈഡ് ടു സൈഡ് റൗണ്ടഡ് ആയിക്കൊണ്ടിരിക്കും. 7 വയസ്സാകുമ്പോഴും സൈഡ് ടു സൈഡ് റൗണ്ടഡ് ആവും. പിന്നെന്താണ്? നമ്മുടെ റൂട്ട് വിസിബിൾ ആയിരിക്കും. ഓക്കെ. ടൂത്തിൽ ഷാർപ്നെസ് ഒക്കെ കുറയും. ഇതെല്ലാമാണ് ചെയ്യുന്നത്. പിന്നെ ബ്രോക്കൺ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് നഷ്ടമായി വയസ്സ് കൂടുന്നതനുസരിച്ച് പല്ലിളകി പോകുന്ന അവസ്ഥയാണ്. ഒരു പല്ല് പോവാം, ചിലരിൽ 2 പല്ല് പോകുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ. പിന്നെ ഗമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറേ ടീത്ത്, സെവറൽ ടീത്ത് നഷ്ടപ്പെട്ടു. ഓക്കെ. ലോസ്റ്റ് സെവറൽ ടീത്ത് ഡ്യൂ ടു ഏജിങ്. അതിനെയാണ് നമ്മൾ ഗമ്മർ എന്ന് പറയുന്ന അവസ്ഥ കണ്ടീഷനായിട്ട് പറയുന്നത് അല്ല. അതാണ് ഓൾഡസ്റ്റ് ഏജ് ഡിസ്ക്രിപ്ഷൻ ഗിവൺ ടു എ കൗ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏജ് എങ്ങനെയാണ്, വയസ്സ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡെൻറ്റീഷൻ്റെ ബേസിസിൽ എന്നാണ് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയ ആണ്. ആരും മിസ്സാക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. Thank you.